അൻവർ നിങ്ങളുടെ പാളയത്തിൽ നിന്ന് പോയതാണ്. ഇപ്പോ കോൺഗ്രസിലേക്ക് UDFന്റെ പാളയത്തിലേക്ക് അങ്ങ് എത്തിയിട്ടുമില്ല. പക്ഷെ അവിടെ എത്തിച്ചേരും എന്ന് UDFുകാർ തന്നെ വിചാരിക്കുന്നു. അപ്പോ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചാരണം കടക്കുമ്പോൾ അൻവർ ആ പാളയത്തിൽ ഉണ്ടാകും എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി, അനിൽകുമാർ? അല്ല, എന്തായാലും അൻവറിനെ ആരെ രക്ഷിക്കുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കോ നിലമ്പൂരിലെ ജനങ്ങൾക്കോ യാതൊരു താല്പര്യമുള്ള കാര്യമല്ല. അൻവർ ഒരു MLA എന്ന നിലയ്ക്ക് ഏതാണ്ട് 8.5 കൊല്ലം പ്രവർത്തിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്നും ഒരാൾ പോലും അൻവർക്കൊപ്പം ഉണ്ടായില്ല. അൻവറിന് യാതൊരു സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടിയുടെ ഒരൊറ്റ മെമ്പർ പോലും അൻവർക്കൊപ്പം പോയിട്ടില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? അൻവറിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത അൻവറിനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ബാധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളുടെ രക്ഷ എന്താണെന്നുള്ളതാണ് ഞങ്ങളെപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇന്നിപ്പോൾ തന്നെ 982 കോടി രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന നിർദ്ദേശങ്ങൾക്ക് കേരള സർക്കാർ അംഗീകാരം നൽകി, മന്ത്രിസഭാ തീരുമാനം വന്നു. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടത് നവകേരള സദസ്സിൻ്റെ യോഗങ്ങൾ, മുഖ്യമന്ത്രി നടത്തുന്ന യോഗങ്ങൾ പൗരപ്രമുഖന്മാരൊക്കെയാണ്. ആ യോഗം കൊണ്ട് എന്താ പ്രയോജനം? അവിടെ ഉയർന്നു വന്ന വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി 982 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പദ്ധതികൾ വരും. ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു. ഈ നവകേരള സദസ്സിന് കേരളത്തിൽ ഏറ്റവും ആളുകൾ കൂടിയ സ്ഥലം നിലമ്പൂരായിരുന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞത്, അന്നത്തെ MLA തന്നെ പറഞ്ഞത് എന്താണ്? കണ്ണൂരിനേക്കാൾ കൂടുതൽ ആളെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് നിലമ്പൂരിൽ, ഒന്ന് എണ്ണാമോ? എന്താ കണ്ടത്? ആ യോഗത്തിൽ അന്നത്തെ MLA നിലമ്പൂരിൽ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും ഇവിടെ വന്നിരിക്കുന്ന മന്ത്രിമാരും കൂടി 2000-ലേറെ കോടി രൂപയുടെ വികസനമാണ് ഈ 9 കൊല്ലക്കാലം, അന്ന് 9 കൊല്ലമായിട്ടില്ല, 8.5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന് നിലമ്പൂർ മണ്ഡലത്തിന് നൽകിയത്. ഇപ്പം നിലമ്പൂരിൻ്റെ രക്ഷകരാരാണ്, കേരളത്തിൻ്റെ രക്ഷകരാരാണ് എന്ന് നല്ല ബോധ്യമുള്ള ഒരു ജനത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആര് രക്ഷിക്കും, കേരളത്തെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് UDFോ അൻവറോ ഉത്തരമല്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ചർച്ചയ്ക്കെടുത്തത് അൻവറിനെ ആര് രക്ഷിക്കുമെന്നുള്ള വിഷയമാകുമ്പോൾ അൻവർ രക്ഷപ്പെടാനാവാത്ത ഒരു പതനത്തിലാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കൈപിടിച്ച് കയറ്റേണ്ട പതനത്തിലാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPM-നെതിരെയും വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങിത്തിരിച്ച് അൻവർ അവസാനം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? നാളെ എന്തെന്ന് ആർക്കറിയാം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഗതികെട്ട നിലയിൽ അൻവർ എത്തിച്ചേർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഗതിയില്ലായ്മയാണ് അൻവറുടെ ഗതിയില്ലായ്മ. ഇനി ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾക്ക് പണ്ടേ അറിയാം കേട്ടോ. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഒരു സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അത് വെറുതെ യാദൃച്ഛികമായി വന്നതല്ല. അൻവർ MLA ഒരു യാത്ര പോയിരുന്നല്ലോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ആ ഘട്ടത്തിൽ മലപ്പുറത്തിലെ കോൺഗ്രസിൻ്റെ ഒരു MLA കൂടിയായ ഒരു മുൻ മന്ത്രി ആൻഡമാൻ നിക്കോബാറിൽ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ അതുവഴി യാത്ര ചെയ്തിരുന്നു. അവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ പിണറായി വിജയനെതിരായിട്ട്, കേരള സർക്കാരിനെതിരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ചില ആലോചനകൾ നടന്നത്? ആലോചനകളുടെ ഭാഗമായി ചില പ്രത്യുപകാരങ്ങളും അവിടെ തീരുമാനിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായ കുറേ കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് കത്രികപ്പൂട്ടിൽ കിടക്കുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് അൻവർ. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനോട് ധിക്കാരപരമായി അൻവർ നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ്? ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിലൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, ഇദ്ദേഹത്തിന് അധികം ആയുസ്സുമില്ല, ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അധികാരം ഉണ്ടാവില്ല, കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ആളുണ്ട്. ഇതാണ് അൻവറുടെ തൻ്റെ ഇടം. ഈ തൻ്റെ ഇടം വെച്ചാണ് അൻവർ യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രക്ഷകനായി KC വേണുഗോപാൽ വരികയാണ്. UDFുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇടതുപക്ഷത്തിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് വേണ്ടി, സഖാക്കൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുന്നൊരു വ്യക്തി. ഇത്തരമൊരു നിലപാടിലേക്ക് അൻവറിനെ പോസ്റ്റ് ചെയ്തത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? VD സതീശനെതിരായിട്ട് ഈ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണമല്ല.
ഈ മീൻ വണ്ടിയിൽ വന്ന് ആരോപണം ഉന്നയിച്ചതായിട്ട് ഗുണഭോക്താവ് ആരാണ് കോൺഗ്രസിൽ? അത് കെ.സി. വേണുഗോപാലാണ്. നമ്മൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യം മനസ്സിലാക്കണം. CPM-ന്റെ ഏതെങ്കിലും ആവശ്യപ്രകാരമാണോ അത്തരമൊരു കെ.സി. വേണുഗോപാലിനെ സ്വാധീനിക്കാൻ പറ്റുകയും കെ.സി. വേണുഗോപാലിന്റെ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിപ്പിക്കാൻ പറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ ഉന്നയിച്ച ആരോപണത്തെ സൈബർ സഖാക്കൾ ഈ സൈബർ വീഥികളിലുടനീളം എടുത്ത് ആഘോഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ വല്ലാത്തൊരു സംഘടനാ പരാജയം കൂടിയാണ്, പതനം കൂടിയാണ് അതിലൂടെ നിങ്ങൾ സമ്മതിക്കുന്നത് ശ്രീ അനിൽകുമാർ. നിങ്ങളുടെ MLA ഒക്കെ മറുവശത്തുള്ളവർക്ക് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാനും ക്യാൻവാസ് ചെയ്യാനും പറ്റുമോ എന്ന് ഞാൻ പറയുന്നല്ലോ. ആൻഡമാനിൽ വെച്ചുണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. സൈബർ സഖാക്കൾ ഏതോ ആഘോഷിച്ചെന്ന് പറഞ്ഞു. ആരെങ്കിലും അൻവറിന്റെ കൂടെ ഉണ്ടോ? ആഘോഷിച്ചത് സൈബർ സഖാക്കളായിരുന്നില്ല. VD സതീശന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന കാര്യം മുതൽ കെ.സി. വേണുഗോപാലിന്റെ ബന്ധമുള്ള വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് വിവരമുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഞങ്ങളത് പിൻപറ്റിയിട്ടില്ല. അത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര തർക്കത്തിന്റെ ഭാഗമാണ്. പക്ഷേ നിലവിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വ്യക്തമായ പിക്ചർ പോലും നിങ്ങൾക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയും മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി നിങ്ങൾ തീരുമാനിച്ചില്ലെന്ന് ചോദിച്ചു. ഒരു മഴ പെയ്തപ്പോൾ കിളുത്ത് വന്നൊരു തകരയുണ്ടല്ലോ കോൺഗ്രസിൽ. വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ പെരുമഴ പെയ്തപ്പോൾ കിളുത്ത് വന്ന തകര. ആ തകര OLX-ൽ ഒരു ഇതിട്ടു. ഒരു പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥിയെ തേടുന്നു, വില കൊടുത്ത് വാങ്ങിച്ചോണം, OLX-ൽ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന MD രമേശിനെ കണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രശ്നം ചർച്ച ചെയ്ത് ബീനയോട് മാധ്യമങ്ങൾ ചോദിച്ചു. എന്താ ഉത്തരം? നിഷേധിക്കാൻ തയ്യാറായില്ല. അപ്പോൾ OLX-ൽ തകര ഇട്ടപ്പോൾ ആ കിളുത്ത് വന്ന തകര ഇട്ടത് വ്യാജ തിരിച്ചറിയൽ കാർഡിൽ ജയിച്ചു വന്ന് ആള് തകര ഇട്ടപ്പോൾ കണ്ടത് ബീനയുടെ മുഖമാണ്. ഇതാണ് കോൺഗ്രസ്. ഞങ്ങളുടെ പാർട്ടി LDF-ന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അതിന്റെ പ്രോസസ്സിലൂടെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും, പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നേരത്തെ ബഹുമാനായ ശ്രീ അനിൽകുമാർ അദ്ദേഹം കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞ് തട്ടിക്കയറുകയാണ്. സർ, കെ.സിയെ വല്ലാതെ പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദത്തിന് വല്ലാതെ സൗണ്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടാവും. കെ അനിൽകുമാർ, തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മുന്നണിയുടെ UDF-ന്റെ കൂടെ ഉണ്ടാകേണ്ടവർ ഉണ്ടാകും എന്ന് ഷഫീർ പറയുന്നു. അങ്ങനെ UDF-ന്റെ കൂടെ അൻവർ ഉണ്ടാകും എന്ന് വിചാരിക്കുക. പോരാട്ട ചിത്രം അവിടെ ക്ലിയർ ആവുകയാണ്. ഈ പറയുന്ന പുകപടലങ്ങളൊക്കെ കെട്ടടങ്ങും. അപ്പൊ അൻവർ കൂടെ ചേർന്ന് UDF-ന്റെ കൂടെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു പോരാട്ട ചിത്രം തെളിഞ്ഞേക്കാം. അല്ല എങ്കിൽ അൻവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് നമുക്ക് ശ്രീ ദാമോദർ പ്രസാദിനോടും ശ്രീകുമാർ മനലിനോടും ചോദിക്കാം. പക്ഷേ നിലവിൽ UDF-കാർ തന്നെ, പ്രധാനപ്പെട്ട UDF നേതാക്കൾ തന്നെ പറയുന്ന അഭിപ്രായ മുഖവിലക്കെടുത്ത് അൻവർ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അൻവർ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കാം. എന്തായിരിക്കും CPM-ന്റെ LDF-ന്റെ സ്ട്രാറ്റജി അനിൽകുമാർ? അല്ല, ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണല്ലോ. 9 കൊല്ലക്കാലമായി കേരളത്തിൽ ഭരിക്കുന്നൊരു ഗവൺമെന്റ് അതിന് ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ നേരത്തെ ആ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കും. നിങ്ങളത് ചർച്ച ചെയ്യത്തില്ല. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. കേരള സർക്കാർ മുഖ്യമന്ത്രി പുറത്തുവിട്ട പ്രോഗ്രസ് കാർഡിൽ ഏതെങ്കിലും ഒരു വരി തെറ്റാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ അവകാശവാദം തെറ്റാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളെ പരാജയപ്പെടുത്തുക. എങ്ങനെ പരാജയപ്പെടുത്തണം? ചർച്ചയിലൂടെ പരാജയപ്പെടുത്തണം. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കഴിഞ്ഞ 8-9 വർഷമായിട്ട് പറഞ്ഞു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ CPM RSS അല്ലെങ്കിൽ പിണറായി RSS അന്തർധാര എന്നുള്ളത് നിരന്തരമായിട്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു വരാം. പക്ഷേ അതിന് ഈ കേരളീയ സമൂഹത്തിൽ അത് സ്ട്രൈക്ക് ചെയ്ത് ആര് പറഞ്ഞപ്പോഴാണെന്ന് അറിയാമോ? PV അൻവർ പറഞ്ഞപ്പോഴാണ്. പക്ഷെ അതിന് അൻവറിന് കൊട്ടേഷൻ കൊടുത്തിട്ട് അൻവർ പറഞ്ഞ നുണയെല്ലാം കൂടി പിണറായി വിജയനെതിരായ ഏതാണ്ട് യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണെന്ന് ചർച്ചാ വിദഗ്ധന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ആവില്ല. അൻവർ ഏതോ വെളിപ്പെടുത്തിയപ്പോൾ വിശ്വാസത കിട്ടിയെന്ന് നിങ്ങളുടെ ഒരു ചർച്ചാ വിദഗ്ധൻ പറഞ്ഞു. ഞാൻ ആ ചർച്ചാ വിദഗ്ധനെ ഒന്ന് ബഹുമാനിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും BJP-യുടെ അഖിലേന്ത്യാ നേതൃത്വം ബന്ധപ്പെട്ട് 40 കോടി രൂപ ഇലക്ഷന് കടത്തിയതിന് കുറ്റപത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? കൊടകരയിൽ കേരള പോലീസ് RSS വൽക്കരിക്കേണ്ട പോലീസാണെങ്കിൽ കൊടകരയിലെ കുറ്റപത്രം നിങ്ങൾ കാണുമോ? BJP-യെ പ്രതിക്കൂട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പൈസ പിടിച്ചിട്ട് ED-ക്ക് എഴുതി കൊടുത്തിരിക്കുന്നു, അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രതികാരമായിട്ട് CPM-നെ പ്രതിയാക്കി. മലയാള മനോരമ പറഞ്ഞല്ലോ, CPM പ്രതി. ഇന്നലത്തെ മനോരമയുടെ തലക്കെട്ട് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ അൻവർ എന്ന് പറയുന്നയാൾ കേരളത്തിൽ വിളമ്പിയത് മുഴുവൻ പച്ച നുണയായിരുന്നുവെന്ന് മനോരമയുടെ തലക്കെട്ട്. CPM പ്രതി.
18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി കോൺഗ്രസും BJP കൂടെ വെട്ടി വിഴുങ്ങിയപ്പോൾ അതിനെതിരെ കോടതി പോയി കേസ് കൊടുത്ത് CPM പ്രതിയാക്കി ED കേസെടുത്ത് തൃശ്ശൂരിൽ ഞങ്ങളുടെ സഖാക്കളെ ജയിലിലടക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ പിണറായി വിജയൻ ഈ കേരളത്തിലെ പോലീസ് RSS വൽക്കരിച്ചുവെന്നും കേന്ദ്രത്തിലെ മോദിയുമായിട്ട് അന്തർധാരയാണെന്നും കോൺഗ്രസുകാർ പറഞ്ഞു നടന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾ ചെവിയുടെ കുറ്റിക്ക് അടിക്കും. അതുകൊണ്ട് അൻവർ പറഞ്ഞത് മണ്ടത്തരം മാത്രമല്ല, വിഡ്ഢിത്തരം മാത്രമല്ല, പച്ച നുണ എന്ന് തെളിയുന്ന സംഭവങ്ങൾ. ശരി, ബാന്ധവത്തെ കുറിച്ച് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷെ താങ്കൾ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ കൊടകര കുഴൽപ്പണ കേസിൽ അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള K. സുരേന്ദ്രൻ പ്രതിയല്ല, അത് പോലീസിന്റെ കേസായിരുന്നു, EDയുടെ അല്ല. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ഒരു മിനിറ്റ് കൂടി. വിക്കിപീഡിയ എന്ന് മനസ്സിലാക്കിയതാണെന്ന് നമ്മൾ ധരിക്കും. അല്ലല്ല, ഒരു മിനിറ്റ് പോരാ, ഞാൻ മറുപടി പറയാം. എന്റെ സമയത്ത് ചർച്ചയ്ക്ക് വിളിക്കരുത്. പറഞ്ഞാൽ അത് വിക്കിപീഡിയ നിങ്ങൾ പകർത്തിയതാണെന്ന് പറയാം. K. സുരേന്ദ്രനോ മകനോ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചു പറിച്ചിട്ടില്ല, തെരുവിൽ പിടിച്ചു പറിച്ചിട്ടില്ല. തെരുവിൽ പിടിച്ചു പറിച്ച കേസിൽ അവരെ പ്രതിയാക്കാനാവില്ല. എന്നാൽ കള്ളപ്പണം കൈകാര്യം ചെയ്തത് BJP നേതൃത്വമാണ്. അതിന് കൈകാര്യം ചെയ്ത നിയമപ്രകാരം കേസെടുക്കാനുള്ള അധികാരം EDക്ക് മാത്രമാണ്. കള്ളപ്പണത്തിന്റെ അധികാരം കേസെടുക്കാൻ EDക്ക് മാത്രമാണെന്ന് വിവരമില്ലാത്ത ആളല്ല അവതാരകൻ. ശരി.